മാറുന്ന സ്ത്രീത്വത്തിന് മാറ്റത്തിന്റെ പുത്തൻ കാഴ്ചകളുമായി എത്തുന്ന ലേഡീസ് അവറിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. സ്വപ്രയത്നത്താൽ സമസ്ത മേഖലകളിലും വിജയം കൈവരിച്ച സ്ത്രീ മനസ്സുകളെ കാട്ടിത്തരുന്നു സ്മാർട്ട് ലേഡി. എൻ്റെ പേര് ഫാത്തിമ സമീർ എന്നാണ്. ഞാനിവിടെ എടപ്പള്ളി ടോളിൽ ലുലു മാളിനടുത്ത് ടാഡി കൊച്ചൂർ എന്ന് പറയുന്ന ഒരു സ്ഥാപനം നടത്തുന്നുണ്ട്. ആക്ച്വലി ഇതൊരു ബൊട്ടീക്കാണ്, ഡിസൈനർ ബൊട്ടീക്ക്. ഇവിടെ നമ്മൾ മെയിനായിട്ട് ഹാൻഡ് വർക്ക്, മെഷീൻ എംബ്രോയിഡറി, ഡിസൈനർ സ്റ്റിച്ചിങ് ഇതൊക്കെയാണ് ചെയ്യുന്നത്. ഹാൻഡ് വർക്ക് എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ മെയിൻ ട്രെൻഡാണ് ഹാൻഡ് വർക്ക്. എല്ലാവർക്കും ഇപ്പോൾ വെറുതെ പ്ലെയിനായിട്ട് സ്റ്റിച്ച് ചെയ്ത് ഇടുന്ന ഡ്രസ്സുകളെക്കാളും എന്തെങ്കിലും അതിൽ ഡീറ്റെയിലിംഗ് ഉള്ള ഡ്രസ്സുകളാണ് എല്ലാവർക്കും താല്പര്യം. സോ ഹാൻഡ് വർക്കിന് ഇപ്പോൾ നല്ല ഡിമാൻഡാണ്. അതുപോലെ തന്നെ മെഷീൻ എംബ്രോയിഡറി നമ്മളിപ്പോൾ മെഷീൻ എംബ്രോയിഡറി റീസെൻ്റ്ലി സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. നമ്മൾ മെയിനായിട്ട് സാരിയാണ് ഡിസൈൻ ചെയ്യുന്നത്. സാരി, അബായാസ് ഇതൊക്കെയാണ് ഡിസൈൻ ചെയ്യുന്നത്. ആദ്യം നമ്മൾ ചെറിയ രീതിയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ താങ്ക് ഗോഡ് നമുക്ക് കേരളത്തിലും പുറത്തും വിദേശത്തുമായിട്ട് നിരവധി കസ്റ്റമേഴ്സ് ഉണ്ട്. ഹാൻഡ് വർക്ക്സിനാണ് അധികം കസ്റ്റമേഴ്സ് ഉള്ളത്. നമ്മളിത് കൂടാതെ വാൾ ഫ്രെയിംസ് ചെയ്യുന്നുണ്ട്, കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ളത്. നമ്മൾ സാരി ഡിസൈൻ ചെയ്യുമ്പോൾ സാരി നമ്മൾ തന്നെ പോയി, അതായത് ഹാൻഡ് പിക്ഡ് ആണ് എല്ലാം. അങ്ങനെ പോയി കളക്ട് ചെയ്ത് കളേഴ്സൊക്കെ സെലക്ട് ചെയ്ത് അതിലാണ് നമ്മൾ ഹാൻഡ് വർക്ക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഹാൻഡും മെഷീനും കൂടെ മിക്സ് ചെയ്തിട്ട് കസ്റ്റമേഴ്സിന് കുറച്ചുകൂടി റീസണബിൾ ആയിട്ട് എത്തിക്കാനുള്ള ഒരു പ്ലാനിങ്ങിലാണ്. പതിയെ നമ്മളൊരു ബ്രാൻഡ് ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട്. അതിനുള്ള ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വെരി സൂൺ അതുകൂടെ നമ്മൾ പുറത്ത് ഇറക്കും. അതുകൂടാതെ FBയിൽ നമുക്കൊരു പേജുണ്ട്. അതിലിപ്പോൾ അധികം ആക്റ്റീവ് അല്ല എങ്കിലും ഇനി കൂടുതൽ ആക്റ്റീവായി അതിൽ നമ്മൾ കുറേ അപ്ലോഡ് ചെയ്ത് കസ്റ്റമേഴ്സ് അതുവഴി വരുന്നത് കൂട്ടാനുള്ള ഒരു പ്ലാനും കൂടിയുണ്ട്. പിന്നെ നമ്മൾ ഡിസൈനിങ് കുറച്ച് വെറൈറ്റി, ഇപ്പോൾ എല്ലാവർക്കും നല്ല വെറൈറ്റി ആയിട്ടുള്ള ഡ്രസ്സുകളോടാണ് താല്പര്യം. ഇപ്പോൾ നമ്മൾ മെയിനായിട്ട് നമ്മുടെ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് കുറച്ച് റിനൗണ്ട് ആയിട്ടുള്ള ബൊട്ടീക്സും ഫ്രീലാൻസ് ഡിസൈനേഴ്സും ആണ്. അതായത് ഹോൾസെയിൽ രൂപത്തിലാണ് നമ്മളിപ്പോൾ സർവീസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ ഡയറക്റ്റ് കസ്റ്റമേഴ്സിനെയും കൂടി എയിം ചെയ്തുകൊണ്ടുള്ള ഒരു ഇതാണ് ഉദ്ദേശിക്കുന്നത്. ചെറുപ്പത്തിലെ വരക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളോടും കളേഴ്സിനോടും ഒക്കെ വളരെ താല്പര്യം ഉള്ള കൂട്ടത്തിലായിരുന്നു. അങ്ങനെ ഓരോ പുതിയ ട്രെൻഡ് വരുമ്പോഴും അത് കൂടുതൽ ശ്രദ്ധിച്ച് പുതിയ പാറ്റേണുകൾ ഇതൊക്കെ എങ്ങനെയാണ് എന്നൊക്കെ നോക്കി. പിന്നെ ബേസിക്കലി ഞാനൊരു കൊമേഴ്സ് ഗ്രാജുവേറ്റ് ആണെങ്കിലും പിന്നീട് മാർക്കറ്റിംഗ് ഫീൽഡാണ് തിരഞ്ഞെടുത്തെങ്കിലും മനസ്സിൽ ഇത് ഇങ്ങനെ ഉള്ളതുകൊണ്ട് എന്തെങ്കിലും ഒരു ബൊട്ടീക്ക് സ്റ്റാർട്ട് ചെയ്യണം എന്നൊരു ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മൾ 5 വർഷം മുമ്പ് ഡിസൈനർ വെയർസിൻ്റെ ഒരു ബൊട്ടീക്ക് തുടങ്ങിയത്. പിന്നെ ഇവിടെ ഇങ്ങോട്ടേക്ക് റീലൊക്കേറ്റ് ചെയ്തു ടൗണിലേക്ക്.
അത് ഒരു 2 വർഷത്തോളമായി ഇവിടെ നമ്മൾ സ്ഥാപനം തുടങ്ങിയിട്ട്. ഇപ്പോൾ അതിൻ്റെ റിനോവേഷൻ ഒക്കെ നടക്കുകയാണ്. ഇത് കഴിഞ്ഞ് നമ്മൾ ഡയറക്റ്റ് കസ്റ്റമേഴ്സിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട്. ഹോൾസെയിൽ മാറ്റി റീറ്റെയിൽ കൂടി ഇൻക്ലൂഡ് ചെയ്യാൻ. ഇവിടെ നമ്മുടെ ഷോപ്പിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെയധികം ബൊട്ടീക്സ് ഉണ്ട്. ഇപ്പോൾ 5 വർഷം മുമ്പ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അധികം ബൊട്ടീക്സ് ഉണ്ടായിരുന്നില്ല ഹാൻഡ് വർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ വളരെയധികം ബൊട്ടീക്സ് ഉണ്ട് ഹാൻഡ് വർക്ക് ചെയ്യുന്നത്. നമ്മുടെ ഷോപ്പിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡിസൈൻസ്, സ്കെച്ചസ് നമ്മൾ കസ്റ്റമേഴ്സിന് ഫ്രീ ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ കസ്റ്റമർ ആ ഡിസൈനിൽ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രമാണ് നമ്മൾ പിന്നെ അതിൽ വർക്ക് ചെയ്ത് അത് പ്രൊഡക്റ്റാക്കി കൊടുക്കുന്നത് അവർക്ക്. കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനാണ് ഞങ്ങളുടെ മെയിൻ എയിം. അപ്പോൾ ഒരു കസ്റ്റമർ വന്നിട്ട് അവർ സാറ്റിസ്ഫൈഡ് ആണ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ടു ഇനിയും ഞങ്ങൾ വരും എന്നൊക്കെ പറയുമ്പോൾ, അതാണ് നമ്മളെ കൂടുതൽ നന്നായി ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മോട്ടിവേഷൻ തരുന്നത്. പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് ഒരു ഡിസൈനിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാതെ ഔട്ട് ഓഫ് ദി ബോക്സ് എങ്ങനെ ഇത് കൂടുതൽ നന്നാക്കാം, അല്ലെങ്കിൽ കുറച്ച് വെറൈറ്റി ആയിട്ട് ഇങ്ങനെ ചെയ്യാം, അതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. പിന്നെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന കട്ടിങ് മുതൽ സ്റ്റിച്ചിങ്ങിൻ്റെ ലെവലിലാണെങ്കിലും ഡിസൈൻ അതിലേക്ക് കോപ്പി ചെയ്യുന്നതിലാണെങ്കിലും എല്ലാ ടൈമിലും ഞാൻ അതിൻ്റെ ഒപ്പം തന്നെ നിന്ന് നോക്കി അതിൽ ഒരു പ്രോബ്ലം ഇല്ലാതെ ഇത് ഫിനിഷിങ് നന്നാക്കി ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കംപ്ലയിൻറ്റ്സ് കുറവാണ്. ഡിസൈനിങ് എനിക്ക് പണ്ടേ ഇഷ്ടമാണ്. നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ചെറുപ്പത്തിലേ വരക്കുമായിരുന്നു. അതുകൂടാതെ ഇതിനോട് താല്പര്യം ഉള്ളത് കൊണ്ടാണ് ഞാൻ എൻ്റെ ജോബ് റിസൈൻ ചെയ്ത് ഈ മേഖലയിലേക്ക് തന്നെ വരാൻ വേണ്ടിയിട്ട് നോക്കിയത്. വെറുതെ വീട്ടിൽ ഇരിക്കുന്നത് എനിക്ക് താല്പര്യമില്ലാത്ത കാര്യമാണ്. അപ്പോൾ ഫ്രീ ടൈംസിൽ നമ്മൾ സ്കെച്ചസൊക്കെ റെഡിയാക്കി ഇങ്ങനെ ചെയ്ത് വിചാരിച്ചു എന്തുകൊണ്ടൊരു ബൊട്ടീക്കായിട്ട് സ്റ്റാർട്ട് ചെയ്തുകൂടുക. അങ്ങനെയാണ് ഈ ഫീൽഡിലേക്ക് വരുന്നത്. അപ്പോൾ എൻ്റെ ഫാമിലി സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് എനിക്കിപ്പോൾ ഇത്രയും നന്നായിട്ട് ഈ ബൊട്ടീക്ക് നടത്തിക്കൊണ്ട് പോകാൻ പറ്റുന്നത്. എൻ്റെ ഹസ്ബൻഡ് സമീർ നല്ല സപ്പോർട്ടാണ് തരുന്നത് എനിക്ക്. പിന്നെ എൻ്റെ 2 മക്കളുണ്ട്. 2 പേര്, ഒരാൾ 4th ഒരാൾ സീനിയർ KGയിലുമാണ് പഠിക്കുന്നത്. മൂത്ത ആൾ ക്രിറ്റിസൈസും ചെയ്യും അപ്രീസിയേറ്റും ചെയ്യേണ്ട ഡിസൈൻസ് കാണുമ്പോൾ അവന് വലിയ ഇഷ്ടമാണ്. ഈ ഫീൽഡിലുള്ള താല്പര്യം കൊണ്ടിട്ട് ഞാൻ ടെക്സ്റ്റൈൽ ഡിസൈനിങ്ങും പിന്നെ ഫാഷൻ ഡിസൈനിങ്ങിലും കുറേ കോഴ്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ഓൺലൈനിൽ പുതിയ ട്രെൻഡ് വരുമ്പോൾ അതൊക്കെ ചെക്ക് ചെയ്ത് നമ്മുടേതായ രീതിയിൽ അത് ക്രിയേറ്റ് ചെയ്ത് കൂടുതൽ നന്നാക്കി ചെയ്യാൻ വേണ്ടി നോക്കാറുണ്ട്. ഫ്യൂച്ചർ പ്ലാൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ബ്രാൻഡാണ്. അതാണ് നമ്മുടെ നെക്സ്റ്റ് ഡ്രീം. അതായത് യുണീക്കായിട്ടുള്ള ഡിസൈൻസ് അതാണ് നമ്മൾ കാണുന്നത്. കൂടാതെ നമ്മളിവിടെ ഇപ്പോൾ നോർമലായിട്ട് ചെയ്യുന്നത് കസ്റ്റമൈസ്ഡ് ആണ്. കസ്റ്റമർ എന്ത് പറയുന്നോ അത് നമ്മൾ അതുപോലെ തന്നെ ചെയ്തു കൊടുക്കും. അത് നമ്മുടേതായ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് നമ്മൾ അതുപോലെ തന്നെ ചെയ്തു കൊടുക്കും. ഇനി എൻ്റെ സ്വന്തം ഐഡിയാസ്, എൻ്റെ സ്വന്തം ഇഷ്ടങ്ങൾ, ഐഡിയാസ് ഒക്കെ പാറ്റേൺസ് ഒക്കെ വെച്ചിട്ട് സിഗ്നേച്ചർ കളക്ഷൻസ് പോലെ
ബൈ ഫാത്തിമ സമീർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആലോചിക്കുന്നുണ്ട് നമ്മുടെ സ്വന്തം ബ്രാൻഡ്. അതാണ് നമ്മുടെ നെക്സ്റ്റ് എയിം. സോ അതിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എൻ്റെ ഹസ്ബൻഡ് കൂടി ജോയിൻ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് ഇനി ഒരു ബ്രാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. ഈ ഫീൽഡിലേക്ക് ഇറങ്ങാൻ ആഗ്രഹിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഇത് നല്ലൊരു ഫീൽഡാണ്, നല്ല പ്രോഫിറ്റബിളാണ്. നമുക്ക് വേണ്ടത് ഐഡിയാസാണ്. പിന്നെ ഇതിനെക്കുറിച്ച് പഠിക്കുക, അറിയുക. അറിയാതെ ഈ ഫീൽഡിലേക്ക് വന്നാൽ ഇപ്പം നമുക്ക് മെയിനായിട്ട് ഇവിടെ വരുന്നത് ബംഗാളികളാണ്, കൊൽക്കത്ത എന്നുള്ള ആൾക്കാരാണ് നമുക്ക് ഹാൻഡ് വർക്ക് ചെയ്യുന്നത്. സ്റ്റിച്ചിങ്ങും അവർ തന്നെയാണ് ചെയ്യുന്നത്. സോ ഭാഷ അറിയേണ്ടത് ഒരു മസ്റ്റാണ് ഇതിൽ. അതുകൂടാതെ നമുക്ക് കസ്റ്റമേഴ്സിൻ്റെ ഇഷ്ടങ്ങൾ, ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ് നമ്മൾ അറിഞ്ഞിരിക്കണം. അവർക്ക് എന്തൊക്കെ ഇതിൽ, ചിലർക്ക് ഗോഡി ആയിട്ടുള്ള വർക്കായിരിക്കും ഇഷ്ടം, ചിലർക്ക് സിമ്പിളായിരിക്കും ഇഷ്ടം. സോ ഒരു കസ്റ്റമർ ഡിപ്പെൻസ്, ഓരോ കസ്റ്റമറും വ്യത്യസ്തരായിരിക്കും. അപ്പോൾ ഓരോ കസ്റ്റമേഴ്സിൻ്റെ ചോയ്സ് അനുസരിച്ച് അത് അറിഞ്ഞ് ചെയ്ത് കൊടുക്കാനുള്ള ഒരു മനസ്സുണ്ടായിരിക്കണം, കഴിവുണ്ടായിരിക്കണം. അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഈ ഫീൽഡിലേക്ക് ഇറങ്ങിയാൽ എന്തായാലും സക്സസ്ഫുൾ ആയിരിക്കും, അതിലൊരു സംശയമില്ല. പിന്നെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ മെയിൻ എയിമായിട്ട്, ലാഭത്തിനേക്കാളും കൂടുതൽ കസ്റ്റമറുടെ ഹാപ്പിനെസ് നമ്മൾ എയിം ചെയ്യുകയാണെങ്കിൽ നമുക്ക് രണ്ട് തരത്തിലുള്ള പ്രോഫിറ്റും ഉണ്ടാകും.